ഹേ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ തമ്മിൽ കണ്ടവർക്കറിയാം നമ്മൾ ഗെയിം വീഡിയോ ആയിട്ടല്ല പറ്റി നമ്മൾ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ ഇന്ന് എന്താണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ തമ്മിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു ഡ്രോൺ ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ റിവ്യൂ അൺബോക്സിങ് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുകയാണ്. സോ ഈ ഒരു ഡ്രോണിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ് നമുക്ക് കാണാം. ഓക്കെ, ഇനി ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ബോക്സ് തുറക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ പാർട്സ് ഒക്കെ കാണാൻ സാധിക്കും. ഡ്രോൺ നമുക്ക് ആദ്യം തന്നെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ റിമോട്ട് കൺട്രോളാണ്. അതുപോലെ ഇതതിൻ്റെ 2 സ്വിച്ചാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ മാനുവലാണ്. ഇത് നമ്മളുടെ ആപ്ലിക്കേഷൻ എടുക്കേണ്ട സാധനങ്ങൾ. ഇത് കുറച്ച് എക്സ്ട്രാ പാർട്സും കാര്യങ്ങളുമാണ്. ഓക്കെ, സോ നമ്മളിനി നമ്മുടെ ഡ്രോണിൻ്റെ വർക്കിങ്ങും അതുപോലെ ഫൈൻ ടെസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ഏവൻ തന്നെ പരിചയപ്പെടുന്നത്. ഹലോ, ഞാനാണ് ആദിത്യൻ. പിന്നെ വീട്ടിൽ എല്ലാവരും വിളിക്കുന്ന ശ്രീകൃഷ്ണൻ. ഞാൻ കഴിഞ്ഞ ഇന്ത്യൻ ബൈക്കിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ടോം ആൻഡ് ജെറി സീരീസിലുണ്ടായിരുന്ന ഈ ആദ്യമാണ്. അപ്പോൾ ഇവൻ്റെ ഡ്രോണാണ് നമ്മളിപ്പോൾ അൺബോക്സിങ് കണ്ടത്. ഇവനാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ കൺട്രോളൊക്കെ വരുന്നത് ഗായ്സ്, ഇതാണ് നമ്മുടെ ഡ്രോൺ. കണ്ടോ, ഫ്രണ്ടിലൊരു ക്യാമറ ഉണ്ട്. അല്ലാതെ DJ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഈ ക്യാമറ നമുക്ക് മൊബൈലിൽ തന്നെ ഇങ്ങനെ കൺട്രോളൊക്കെ ചെയ്യാൻ പറ്റും. ഇതങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ള അനുസരണം ഇങ്ങനെ റൊട്ടേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ളത് കുറച്ച് പ്രൊപ്പല്ലേഴ്സ് ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ റിമോട്ട് ഇത് അപ്പ് ആൻഡ് ഡൗണും പിന്നെ സൈഡിലോട്ട് ഇങ്ങനെ ഡ്രോൺ ഇങ്ങനെ കറങ്ങാനുള്ളതാണ്. പിന്നെ ഇത് ഫ്രണ്ടിലോട്ട് പോകാനും ബാക്കിലോട്ട് പിന്നെ ലെഫ്റ്റ് റൈറ്റ് അതൊക്കെയാണ്. പിന്നെ ഇത് നമുക്ക് ഇപ്പോൾ ഫ്രണ്ടിലോട്ട് ഡ്രോൺ താനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ബാക്കിലോട്ട് എടുത്ത് ട്രിം ചെയ്യണം. പിന്നെ ഇപ്പോൾ ഫ്രണ്ടിലോട്ടാണ് പോകണമെങ്കിൽ ബാക്കിലോട്ടാണ് പോകണമെങ്കിൽ ഫ്രണ്ടിലോട്ട് ട്രിം ചെയ്യാം. ഇത് ലെഫ്റ്റ് റൈറ്റ് ട്രിം ചെയ്യാനുള്ളതാണ്. പിന്നെ ഇവിടെ കുറച്ച് സ്വിച്ചസ് ഒക്കെ ഉണ്ട്. ഇത് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ആദ്യമൊക്കെ ഓടിക്കുന്ന ഒരു ഫസ്റ്റ് ഗിയർ ആണ് ഇട്ട് ഓടിക്കുകയാണ്. ഞാനും ഫസ്റ്റ് ഗിയർ ആണ് ഇട്ട് ഓടിക്കും. ഇത് ഹെഡ്ലെസ് മോഡെന്ന് പറയും. ഇപ്പോഴാണെങ്കിൽ നമ്മൾ നോർമലായിട്ട് ഓടിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് തിരിഞ്ഞിങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് റൈറ്റ് സൈഡ് ആയിരിക്കും നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് റൈറ്റും ആയിരിക്കും. അപ്പോൾ ഈ ഹെഡ്ലെസ് മോഡ് എടുത്തു കഴിഞ്ഞാൽ റിമോട്ടിൻ്റെ ലെഫ്റ്റും റൈറ്റും ആയിരിക്കും. പിന്നെ ഇതെന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഗാൽക്യം മോഡ് അങ്ങനെ എന്തോ ആണ്. പിന്നെ ഇത് നമ്മുടെ ഫ്ലിപ്പ് ആണ്. ഇത് കൊടുത്തിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും വളച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് ഫ്ലിപ്പാകും. അതാണല്ല. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഈ ഒരു ക്യാമറ ഉണ്ട്. ഇതൊരു മെയിൻ ക്യാമറ വെച്ചെടുക്കുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണുള്ളത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത ക്യാമറ, അടിയിലത്തെ ക്യാമറ കുറച്ച് ശോകമായിട്ടുണ്ട്. എന്തായാലും എനിവേ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ക്യാമറ അത്യാവശ്യം ഓക്കെയാണ്. ഇപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോ സാമ്പിൾസാണ്. അത്യാവശ്യം നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഇതെൻ്റെ ഡ്രോൺ അല്ല, ഈ ഫ്രീക്വൻ്റ് ഡ്രോൺ. അപ്പോൾ ഇവനാണ് ഇങ്ങനെ കൂടുതൽ കൺട്രോളൊക്കെ ചെയ്ത് അറിയാവുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവൻ്റെ ആ ഒരു റിവ്യൂ ചോദിക്കാം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിന് ക്യാമറ ഒരു പ്രശ്നമുണ്ട്, ബാക്കിയുള്ള എല്ലാം സൂപ്പറാണ്. കൺട്രോളിനെ കുറിച്ചായാലും കൺട്രോളൊക്കെ കൊള്ളാം. പക്ഷേ ഇതിൻ്റെ ഈ റിമോട്ടിൻ്റെ ഇത് ജോയിസ്റ്റിക്ക് ആണെങ്കിൽ പെട്ടെന്ന് ഒരു ഇളവിപ്പോയി ക്രാഷ് ചെയ്ത ഇവിടെ പപ്പറിൻ്റെ ഇതൊക്കെ പോയി. അല്ലെങ്കിൽ ക്രാഷ് ആകത്തില്ല, പെട്ടെന്ന് ഞാൻ വളച്ചോ പോയത് അങ്ങനെ ഇടിച്ചതാണ്. അല്ലാതെ പിന്നെ വേറെ ഒരു കുഴപ്പമില്ല, സ്മൂത്ത് കൺട്രോളൊക്കെ. ഡ്രിം ചെയ്തില്ലെങ്കിൽ നമുക്ക് നോട്ടീസൊക്കെ എടുക്കാം. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? എനിക്ക് ഇഷ്ടപ്പെട്ട കൺട്രോൾ, പിന്നെ ഫ്ലിപ്പിങ്, പിന്നെ ഹെഡ്ലൈറ്റ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പീഡും, അതാണ് മെയിൻ. ഇതൊക്കെ ഇതിൻ്റെ ഒരു പോസിറ്റീവ്സാണ്. അപ്പോൾ നെഗറ്റീവ്സ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ക്യാമറ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യണമായിരുന്നു അല്ലേ. പിന്നെ ബഡ്ജറ്റ് അതാണ്, ബഡ്ജറ്റ് പിന്നെ ബിഗിനേഴ്സിനുള്ളതുകൊണ്ട് അത്ര ഇതില്ല. പിന്നെ കൺട്രോളും കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ. പിന്നെ 2 ബാറ്ററിയൊക്കെയാണ് നമ്മൾ ഇതിലൊക്കെ കണ്ട വീഡിയോയിലൊക്കെ. പക്ഷെ ഒരു ബാറ്ററി നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതാണ് ബാറ്ററി. അപ്പോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഡിസൈനൊക്കെ ഗംഭീരമാണ്. ഈ ഒരു ഡ്രോൺ ക്യാമിൻ്റെ ഡ്രോണാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനൊക്കെ ഗംഭീരമാണ്. നമ്മളിത് വാങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആമസോണിൽ നിന്നാണ്. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കയറി ചെക്ക്. ചിലപ്പോൾ തീർന്നാണോ തോന്നുന്നു, എനിക്കറിയത്തില്ല. എന്നാൽ ഇതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കാം. പിന്നെ വേറെ ഈ ഒരു ഡ്രോണിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഡ്രോണ് ബിഗിനേഴ്സിന് പറ്റിയതായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യും. ബിഗിനേഴ്സ് നിങ്ങൾക്ക് ഡ്രോൺ വെച്ച് ഓട്ടിച്ച് ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഓട്ടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതാണ് നല്ല ബെസ്റ്റ് ഡ്രോൺ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഇത് മറ്റേ നല്ല പ്രൊഫഷണൽസിനൊക്കെ ഇതിനെക്കാട്ടി നല്ലതാണ് വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും അല്ലാണ്ട് ഇതാണ് ബഡ്ജറ്റ് കൂടിയതാണ് പക്ഷെ നല്ലത്. ബഡ്ജറ്റ് ക്യാമറ ക്വാളിറ്റി ആയാലും അതൊക്കെ ഇമ്പ്രൂവ് ആണ്. ഡിസൈൻ വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ക്യാമറ ഡിസൈൻ എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്.
ഓക്കെ ഗൈസ്, ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ എൻഡ് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലെ കൂടുതൽ വീഡിയോസ് കണ്ട് വരാം. എനിക്കറിയില്ല ഈ ഒരു വീഡിയോ എനിവേ നമ്മൾ ശ്രീപ്പെട്ട പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എല്ലാവരും സബ്സ്ക്രൈബ് മെയിനായിട്ടും ചെയ്യുക. സബ്സ്ക്രൈബ് എല്ലാവരും ലാസ്റ്റ് വരെയൊക്കെ കാണുന്നതുകൊണ്ട് ഒരു നന്ദി. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുന്നവർക്ക് ഒരു പ്രത്യേക നന്ദി പറയണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുള്ള കൂടുതൽ അൺബോക്സിങ് വീഡിയോസും ഗെയിമിംഗ് വീഡിയോസാണ് നമ്മൾ മെയിൻ വീഡിയോ ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വ്ളോഗ്സിനെയോ അല്ലെങ്കിൽ മറ്റ് വീഡിയോസിനെക്കാട്ടിയും കൂടുതൽ ഗെയിമിംഗ് ആണ്. അപ്പോൾ ഇനി നമ്മൾ അതുപോലെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ വെക്കേഷന് ഫുള്ള് നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നതാണ്, വ്ളോഗും ഒക്കെ വരും. അപ്പോൾ എല്ലാവരും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഈ ഒരു ഡ്രോണ് കിടിലൻ സാധനമാണ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.